എന്താ ദേവകിയമ്മയ്ക്ക് പറയാനുള്ളത്? എന്താ സങ്കടം? എന്റെ സങ്കടം എന്റെ മകനെക്കുറിച്ചാ. എനിക്ക് പറയാനുള്ളതും അവനെക്കുറിച്ച് തന്നെയാ. വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ മോനാ. പേര് ദിലീപ്. +2 വരെ അവനെ പഠിപ്പിച്ചു. തൊഴിലുറപ്പിന് പോയും മറ്റുള്ളവരുടെ വീടുകളിൽ അടുക്കളപ്പണി ചെയ്തുമൊക്കെയാ ഞാൻ അവനെ പഠിപ്പിച്ചത്. അവനെ കൂടാതെ എനിക്കൊരു മോള് കൂടിയുണ്ട്. അവള് 10ൽ പഠിക്കുന്നു. അപ്പോ ദേവകിയമ്മയുടെ ഭർത്താവ്? കുടുംബം നോക്കില്ലായിരുന്നു. കുടിച്ച് കുടിച്ച് കരള് നശിപ്പിച്ചു. 4 വർഷം മുൻപ് മരിച്ചു. പിന്നെ എന്റെ പ്രതീക്ഷ മുഴുവനും എന്റെ ഈ മകനിലായിരുന്നു. അവൻ പഠിച്ചൊരു നിലയിലെത്തിയ എന്റെ ഈ കഷ്ടപ്പാടൊക്കെ മാറുമല്ലോ. അവന്റെ അനുജത്തിക്ക് അവനൊരു സഹായമാവുമല്ലോ. പക്ഷേ അവന്റെ പോക്ക് അച്ഛനേക്കാൾ കുഴപ്പം പിടിച്ച വഴിയിലൂടെ ആയിരുന്നു. മയക്കുമരുന്ന്. അതിന് അവന്റെ കുറെ കൂട്ടുകാരുമുണ്ട്. ഞാൻ എന്റെ മോളെയും കൊണ്ട് ഇപ്പൊ എന്റെ വീട്ടിൽ കഴിയുന്നത് പേടിച്ചിട്ടാ സാറേ. ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാ അമ്മയാണെന്നോ പെങ്ങളാണെന്നോ അവന് തിരിച്ചറിവില്ല. മോളെയും കൊണ്ട് ഞാൻ ആ വീട്ടിൽ കഴിയുന്നത് ഒരു അന്യ വീട്ടിൽ കഴിയുന്നത് പോലെയാ. പേടിയാ. കുറച്ചു നാളായിട്ട് എനിക്ക് ഉറക്കവുമില്ല. മകനെ പേടിച്ച് വെട്ടുകത്തിയും തലയ്ക്കല് വെച്ച് കിടന്നുറങ്ങുന്നൊരു അമ്മയുടെ അവസ്ഥ മോളൊന്ന് ഓർത്തു നോക്കണം. അവനെ ചീത്തയാക്കിയത് അവന്റെ കുറെ കൂട്ടുകാരാ. പോലീസിൽ പരാതി കൊടുത്തിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. സാറിനെ കുറിച്ച് അറിഞ്ഞപ്പോ എനിക്കും എന്റെ മോൾക്കും നീതി കിട്ടുമെന്ന് തോന്നി. അതാ വന്നത്. സഹായിക്കണം. പേടിക്കണ്ട, എന്റെ മോൻ. പരിഹാരം ഉണ്ടാക്കാം. വാക്കുകൾ കൊണ്ടല്ല തൃപ്തിപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയാം. പ്രവർത്തിച്ചു തന്നെ തൃപ്തിപ്പെടുത്തും, ഉറപ്പ്. എങ്കിൽ സാറിനെ ദൈവം രക്ഷിക്കും, രക്ഷിക്കും. എന്താ ഇത്? ദേവകിയമ്മ സമാധാനത്തോടെ പൊയ്ക്കോളൂ. ദേവകിയമ്മയുടെ മകനെ നല്ല കുട്ടിയായി തിരിച്ചു തരാൻ ഞാൻ വേണ്ടത് ചെയ്തോളാം, ഉറപ്പ്. സാറിനെ ദൈവം കാക്കും. ഇപ്പോ +1 +2 മുതൽ തുടങ്ങും മാഡം. വളർന്നു വരുന്ന എല്ലാ തലമുറയും ഇപ്പൊ മയക്കുമരുന്നിന് അടിമകളാ. സ്കൂൾ കോമ്പൗണ്ടിന് സമീപമുള്ള പെട്ടിക്കടകളിൽ മുതൽ ഇപ്പൊ ഈ സാധനം കിട്ടുന്നുണ്ട്. ആഴത്തിലുള്ള വേരുകൾ അറുക്കുകയാണ് ആദ്യം വേണ്ടത്. അതിന് ദേവകിയമ്മയുടെ മകൻ ദിലീപിൽ നിന്ന് തന്നെ തുടങ്ങാം. മയക്കുമരുന്ന് മാഫിയക്കെതിരെ കർശന നടപടിയുമായി ശാലിനി ഇറങ്ങിയിരിക്കും.